ഹേയ് സുനിസാൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമാ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ കരം എന്ന സിനിമയുടെ OTT റിലീസ് വന്നിരിക്കുകയാണ്. സിനിമ OTT റിലീസ് ചെയ്യുമ്പോൾ അടുത്ത മാസം നവംബർ 7 മനോരമ മാക്സിലൂടെയാണ്. അപ്പോൾ തിയേറ്ററിൽ സിനിമ ഒരു ഫ്ലോപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വിനീത് ശ്രീനിവാസൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അടുത്ത OTT അപ്ഡേറ്റാണ് നമ്മുടെ തണ്ടാകാരണ്യം എന്ന സിനിമ. ഈ സിനിമ നവംബർ 1 OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അതും സിംപ്ലി സൗത്തിലൂടെയാണ്. നമ്മുടെ അരുൺ ഗോപി സംവിധാനം ചെയ്ത ബാന്ദ്ര എന്ന സിനിമ ദിലീപിൻ്റെ, അങ്ങനെ കുറേ നാളത്തേക്ക് ശേഷം സിനിമ അങ്ങനെ OTTയിലേക്ക് വരികയാണ്. ആമസോൺ പറയുമ്പോഴാണ് നമ്മുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിച്ചിരിക്കണം. അങ്ങനെ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. OTT റിലീസിന് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും മിക്കവാറും ഈ വർഷം തന്നെ ഉണ്ടാവും. 2025 എന്ന വർഷം നമ്മുടെ മോഹൻലാൽ അങ്ങനെ കൊണ്ടുപോയല്ലോ. അപ്പോൾ അതുകൂടാതെ ഇതിപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ DSR എന്ന സിനിമയ്ക്കും വൻ പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ മോളുടെ തുടക്കം എന്ന സിനിമയുടെ ഒരു പൂജാ സെറിമണി കഴിഞ്ഞ ദിവസം നടന്നായിരുന്നു. സിനിമ സംവിധാനം ചെയ്യണത് നമ്മുടെ ജൂഡ് ആൻ്റണിയാണ്. അപ്പോൾ മോഹൻലാലിനും പ്രണവ് മോഹൻലാലിനെ പോലെ തന്നെ ഈ സിനിമയും നല്ല അടിപൊളി തന്നെ ആവട്ടെ. നമ്മുടെ അർജുൻ അശോകൻ നായകനായ സിനിമയാണല്ലോ ചത്ത പച്ച. അർജുൻ അശോകൻ കൂടാതെ ഒട്ടനവധി മറ്റ് ആക്ടേഴ്സും ഉണ്ട്. അപ്പോൾ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ അങ്ങനെ വരികയാണ്. റിലീസ് ഡേറ്റ് വരുന്നത് നവംബർ 1 രാവിലെ 11 മണിക്കാണ് റിലീസ് ചെയ്യുന്നത്. മിക്കവാറും നമ്മുടെ തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്ത ആ ടീസർ തന്നെ ആയിരിക്കും മിക്കവാറും വരാൻ പോണത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് നമ്മുടെ പെപ്പയും കീർത്തി സുരേഷും ഒന്നിക്കുകയാണ്. അവരുടെ ഒരു പ്രൊജക്റ്റ് വരണ്ട്, അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ സിനിമ സംവിധാനം ചെയ്യണമെന്നാണ് ഋഷി ശിവകുമാറാണ്. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ന് ഒക്ടോബർ 31 നമ്മുടെ ലോഗൗട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാന്താര എന്ന സിനിമയും റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇഡ്ഡലി കടയെന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തെ മെയിനായിട്ടുള്ള OTT റിലീസുകൾ. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.